സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് അടച്ചു. കോളേജിൽ അടിയന്തര സ്റ്റാഫ് കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, എഫ്ഐആറിന്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടല്ലോ. അതിൽ ഈ രാഷ്ട്രീയ വിരോധം അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഈ ഏറ്റുമുട്ടലിലേക്ക്, ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ച സംഭവം എന്താണ് എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? വിജയകുമാർ, എഫ്ഐആറിൽ വളരെ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട്. കാരണം കൊലപാതക ശ്രമം പ്രതികൾ നടത്തി എന്നുള്ളതായിരുന്നു. അതിൽ ഒന്നാം പ്രതി മനാഫ് എന്ന് പറയുന്ന ഒന്നാം പ്രതി കഴുത്തിന് നേരെ, അബ്ദുൾ നാസറിന്റെ കഴുത്തിന് നേരെ കത്തിവീശി ആ കൈവച്ച് തടയാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ 14 പ്രതികളെയും തിരിച്ചറിയാൻ സാധിക്കുന്ന 5 പ്രതികളെയും, അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 19ഓളം പ്രതികളെയാണ് പോലീസ് ഈ എഫ്ഐആറിൽ പ്രതിയേർത്തിരിക്കുന്നത്. അതിൽ വനിതകൾ, വിദ്യാർത്ഥിനികളടക്കം ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾ മഹാരാജാസ് കോളേജിനകത്തുള്ള കെമിസ്ട്രി ലാബിനടുത്തും സെൻട്രൽ സർക്കിളിന് അടുത്തും വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 4 വരെ പ്രതികളാണ് ഈ പരാതിക്കാരനെ, ആക്രമിക്കപ്പെട്ട ആളെ തടഞ്ഞു നിർത്തുകയും കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ 2 പേരെയാണ് പോലീസ് ഇതിൽ കസ്റ്റഡിയിലെത്തിക്കുന്നത്. അതിൽ ഒരാൾ KSUവിന്റെ നേതാവാണ്. ആ 2 പേരും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുകയാണ്. നിലവിൽ കോളേജിന് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കോളേജിൽ SFIയുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടാവുകയും ചെയ്യും. സ്റ്റാഫ് കൌൺസിലിന്റെ അടിയന്തര യോഗം ചേരുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികൾ ഈ സ്റ്റാഫ് കൌൺസിൽ യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്നും അത് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പ്രിൻസിപ്പാൾ അല്പസമയം മുമ്പ് അറിയിച്ചത്. ഏതായാലും നിലവിൽ പോലീസ് എഫ്ഐആർ എടുത്തിരിക്കുന്നു. 9 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ജാമ്യമില്ലാ വകുപ്പുള്ള പ്രകാരമുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാരാജാസ് കോളേജിൽ നിന്ന് തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് രാവിലെ വീണ്ടും നാടകോത്സവത്തിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ ഒരു സംഘം ഇതില് 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ KSUവിന്റെ ചുമതലയുള്ള ഒരു ഭാരവാഹി കൂടിയാണ്. മറ്റേ ഒരാൾ ഒരു ബിലാൽ എന്ന പേരാണ് കണ്ടത്. അയാളുടെ സംഘടനാ പശ്ചാത്തലം എന്താണ്? അതിന്റെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടോ? ബിലാൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകനാണ്. ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർ കൂട്ടം ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിലും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബിലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് ഈ അക്രമത്തിന് ആദ്യം എത്തിയത്. അതിൽ KSU പ്രവർത്തകരും ഉണ്ടായിരുന്നു. അമൽ ടോമി എന്ന് പറയുന്നത് KSUവിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. അത്തരം ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ എത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഈ കേസിൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട്. നിലവിൽ ആക്രമിക്കപ്പെട്ട പ്രതികളും ആക്രമിച്ചവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു പുറമെ നിലവിൽ ആശുപത്രിയിലെത്തി പ്രകോപനമുണ്ടാക്കിയതിന് മറ്റൊരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലെടുത്തിരിക്കുന്ന എഫ്ഐആറിൽ 14 പേരെ തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രതികളുണ്ട്. 5 പേരുടെ പേര് വിശദാംശങ്ങളില്ല. അവരെയും തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രതികൾ എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 2 വിദ്യാർത്ഥിനികളടക്കമാണ് പ്രതിപട്ടികയിൽ എഫ്ഐആറിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഏതായാലും കോളേജിന് അവധി കൊടുത്തിട്ടുണ്ട്. മറ്റ് അച്ചടക്ക നടപടികൾ ഉൾപ്പെടെ കോളേജിന്റെ സ്റ്റാഫ് കൌൺസിൽ. ഏതായാലും 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരാൾ KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള ഒരു നേതാവാണ്. മറ്റൊരാൾ ഫ്രട്ടേണിറ്റി പ്രവർത്തകനാണ്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആക്രമണമെന്ന എഫ്ഐആറിൽ പരാമർശമുണ്ട്. അതിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. മഹാരാജാസ് കോളേജിൽ നിന്ന് അടച്ചിട്ടുണ്ട്. സ്റ്റാഫ് കൗൺസിൽ യോഗം ചേരും. ഒരുപക്ഷേ കുറച്ച് ദിവസത്തേക്ക് കോളേജ് അടച്ചിടാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട്.